ക്രിസ്തു സ്നേഹത്തിൻ്റെ മരുഭൂമികളിലൂടെ യാത്ര ചെയ്യുന്ന ഏവർക്കും ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭാ മാതാവ് ഇന്ന് നമുക്ക് നൽകുന്ന വചനധ്യാനം മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 12 മുതൽ 15 വരെയുള്ള വാക്യങ്ങളാണ്. യേശുനാഥൻ ആത്മാവിനാൽ മരുഭൂമിയിലേക്ക് നയിക്കപ്പെടുകയും സ്നാപക യോഹന്നാന്റെ മരണത്തിന് ശേഷം പരസ്യജീവിതം ആരംഭിക്കുകയും ചെയ്യുന്നതാണ് സുവിശേഷം. നീ എൻ്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന സ്വർഗീയ വെളിപാടോടുകൂടിയുള്ള യേശുവിൻ്റെ ജ്ഞാനസ്നാനത്തിന് ശേഷമാണ് വചനം പറയുന്നത്. ഉടനെ ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നയിച്ചു. ക്രിസ്തുവിൻ്റെ മരുഭൂമി അനുഭവത്തിൻ്റെ ഒരു ഹ്രസ്വചിത്രമാണ് മർക്കോസിൻ്റെ സുവിശേഷത്തിൽ 1-ാം അധ്യായം 12-ഉം 13-ഉം വചനങ്ങൾ വിവരിക്കുന്നത്. പരിശുദ്ധാത്മാവ് കർത്താവിനെ മരുഭൂമിയിലേക്ക് നയിച്ചു. പ്രലോഭനത്തിൻ്റെ ഭൂമികയാണത്. ആത്മാവ് യേശുവിനെ നയിച്ചു എന്നതിൻ്റെ ഗ്രീക്ക് പദം എക്ബല്ലായി എന്നാണ്. ഇംഗ്ലീഷിൽ ടു ഡ്രോവ് എന്നാണ്. ആട്ടിപ്പായിച്ചു എന്നതിന് തുല്യമായ ഒരു പദമാണത്. മത്തായിയുടെ സുവിശേഷത്തിൽ ലെഡ് എന്നാണ്, അവനെ നയിച്ചു എന്നാണ് ഉപയോഗിക്കുന്നത്. 3 സത്യങ്ങൾ ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. 1, ജനങ്ങളിൽ നിന്നും അകലങ്ങളിലേക്ക് ക്രിസ്തുവിനെ ആത്മാവ് നയിക്കുന്നു. 2, വന്യമൃഗങ്ങളോടൊത്താകാൻ ഇടവരുത്തി. 3, ദൈവദൂതന്മാരാൽ ശുശ്രൂഷിക്കപ്പെടുവാൻ ദൈവം അവിടെ സാഹചര്യം തീർത്തു. നിയമാവർത്തന പുസ്തകം 28-ാം അധ്യായം പറയുന്നത് പോലെ, ദൈവത്തെ അനുസരിക്കുകയും വിശ്വസ്തരായിരിക്കുകയും ചെയ്താൽ ദൈവം അവരെ ബുദ്ധിമുട്ടുകളിൽ നിന്നും കാത്തു സംരക്ഷിക്കും എന്ന വചനം ക്രിസ്തുവിന് ശേഷം ക്രിസ്തു ശിഷ്യർക്കും സമ്പൂർണമായും ബാധകമല്ല. എന്നാൽ ബാധകമായത് ദൈവത്താൽ സ്നേഹിക്കപ്പെടുക എന്ന യാഥാർത്ഥ്യമാണ്. 3 സത്യങ്ങൾ പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമ ആത്മീയതയെ വേർതിരിക്കുന്നുണ്ട്. 1, ദൈവശിക്ഷയുടെ പഴയ നിയമ നിലപാടിൽ നിന്നും ദൈവരക്ഷയെന്ന പുതിയ നിയമ സത്യത്തിലേക്കാണ് ക്രിസ്തു ആത്മീയത നമ്മെ നയിക്കുന്നത്. 2, രക്ഷയ്ക്കു നിദാനമായി നിലകൊള്ളുന്നത് ദൈവ സ്നേഹമാണ്. സ്നേഹത്തിനു വേണ്ടി നാം നൽകേണ്ട വിലയാണ് മരുഭൂമി അനുഭവവും പ്രലോഭനവും സഹനവുമൊക്കെ. 3, ദൈവ സംരക്ഷണത്തിൻ്റെ ഇസ്രയേൽ രാഷ്ട്രമെന്ന സങ്കല്പത്തിൽ നിന്നും സത്യത്തിൽ നിന്നും അനശ്വരതയുടെ ദൈവരാജ്യ സത്യത്തിലേക്കുള്ള വളർച്ചയാണ് പുതിയ നിയമ ആത്മീയത, അല്ലെങ്കിൽ ക്രിസ്തു ജനനത്തിന് ശേഷമുള്ള ആത്മീയതയുടെ സത്യം. അതിനാൽ തപസ്സിൻ്റെ ആത്മീയതയിലുള്ള സത്യങ്ങൾ ഇവയൊക്കെയാണ്. റോമാക്കാർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം 28-ാം വാക്യം പറയുന്നത് പോലെ, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, തൻ്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടിരിക്കുന്നവർക്ക് എല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കപ്പെടും എന്ന വചനമാണ് ക്രിസ്തു തപസ്സിൻ്റെ ആത്മീയത. നമ്മുടെ തപസ് നമ്മുടെ പാപങ്ങളെ കഴുകുക എന്നതിലും ഉപരി ക്രിസ്തു സ്നേഹത്തിൽ ദൈവത്തിൻ്റെതായി തീരുക എന്നതാണ്. അതാണ് കർത്താവ് തൻ്റെ പരസ്യ ജീവിത ആരംഭത്തിൽ ഇന്ന് നമ്മോട് പറയുന്നത്. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അനുതപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. നമ്മുടെ അനുതാപം, തപസ് സുവിശേഷത്തിൽ വിശ്വസിക്കുന്നതിലേക്ക് നയിക്കപ്പെടണം. അനുതാപത്തിൽ നിന്നും സുവിശേഷത്തിലേക്കുള്ള നമ്മുടെ യാത്രാമധ്യേ ഉണ്ടാകുന്ന അഥവാ ഉണ്ടാകേണ്ട മരുഭൂമികളെ തിരിച്ചറിഞ്ഞ് നമുക്ക് ക്രിസ്തുവിൽ ജീവിക്കാം. ദൈവം നമ്മെ അതിന് സഹായിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഏവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.